അമ്മച്ചി സൂക്ഷിച്ച്. What happened? Full road block? ഇന്നിവിടെ ടൊമാറ്റോ ഫെസ്റ്റിവലാണ്. ഇവിടെ എല്ലാ വർഷവും ഓഗസ്റ്റിലെ അവസാനത്തെ ബുധനാഴ്ച തക്കാളി കൊണ്ടുള്ള ഉത്സവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് ഏറും ബഹളമൊക്കെയാ. അമ്മച്ചി കണ്ടിട്ടില്ലല്ലോ? ഞാനും കണ്ടിട്ടില്ല. നമുക്ക് കാണാനേ എന്തായാലും ബ്ലോക്ക് മാറാൻ സമയമെടുക്കും. ആശ്വസിപ്പിക്കുന്ന എനിക്കറിയില്ല. എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രാഹുൽ തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തിലാ കമീല. അന്ന് നടന്നൊരു മർഡർ അറ്റംപ്റ്റ് തന്നെയാണെന്ന് രാഹുൽ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ വീണ്ടും അപായപ്പെടുത്തുമെന്നുള്ള ഭയം കൊണ്ടാവാം രാഹുൽ ഇത്രയും കാലം പോർച്ചുഗലിൽ തന്നെ കഴിഞ്ഞത്. സെനിയോർ മരിച്ചപ്പോൾ തടസ്സങ്ങളൊക്കെ മാറിയല്ലോ, അതുകൊണ്ടാവാൻ തിരിച്ചു വന്ന. കമീല രാഹുലിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എനിക്കറിയാം സാർ. രാഹുലിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ ഞാനൊരു ഉപകരണമായിരുന്നുള്ളൂ. പിന്നെ കോമാളിയായൊരു സർവനോടുള്ള ഇഷ്ടവും. അല്ലാതെ അവർക്ക് എന്നോടെന്താ? എനിക്ക് സങ്കടമൊന്നുമില്ല സാർ. സാറ് പറഞ്ഞപ്പോൾ ഞാനും ചില സ്വപ്നങ്ങളൊക്കെ കണ്ടുപോയി, അത്രേ ഉള്ളൂ. അവനവൻ്റെ നിലയ്ക്കനുസരിച്ച് സ്വപ്നങ്ങൾ കാണാൻ പാടുള്ളൂ. സാരമില്ല സാർ, ഞാൻ അടുക്കളയിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്.
ഇങ്ങനെ ഒരു ആലോചന നടന്ന കാര്യം എന്നെ കമീല ഒരിക്കലും അറിയരുത്. ഇത് നാട്ടിലെ ഇടവക പള്ളിന്ന് അച്ഛൻ തന്ന ചീട്ടാ. ഇത് ഇവിടുത്തെ പള്ളിയിൽ കൊടുത്താലേ പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ പറ്റുള്ളൂ. അതിങ്ങോട്ട് തന്നേ അമ്മച്ചി. എൻ്റെ കല്യാണം എന്നൊക്കെ ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞല്ലേ. ഇത്രയും വലിയ വീട്ടിലൊരു മദാമ പെണ്ണിനെ ഇവിടുത്തെ അടുക്കളക്കാരനായി എനിക്ക് കെട്ടിച്ചേരുമെന്ന് അമ്മച്ചിക്ക് തോന്നണ്ടോ? അമ്മച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഈ നാടൊക്കെ കാണിക്കാൻ ഞാൻ പറഞ്ഞൊരു സൂത്രമല്ലേ അത്. എൻ്റെ കല്യാണം എന്ന് പറഞ്ഞില്ലെങ്കിൽ തട്ടുകട ഉപേക്ഷിച്ച് ലില്ലിക്കുട്ടി തറവാട്ടിലേക്ക് അമ്മച്ചൻ്റെ കൂടെ വരൂ. നീ എന്തീ പറയണേ സാറേ? നേരാണോ സാറേ? പിന്നെ നേരല്ലാതെ. അമ്മച്ചിക്ക് ഒരു റെസ്റ്റ് വേണ്ടേ? എന്നും തട്ടുകടയിൽ പാത്രം കഴുകി നിന്നാ മതിയോ? ഈ നാട്ടിൽ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അമ്മച്ചി ഫ്ലെമിംഗോ ഡാൻസ് കണ്ടിട്ടില്ലല്ലോ? അതുപോലെ കാളപ്പോര് എല്ലാം കണ്ടിട്ട് നമുക്ക് സാവകാശം നാട്ടിലേക്ക് പോവാം കേട്ടോ. ¿Y dónde lo pongo? Guárdalo en la bodega. Ajá. Ten cuidado. എന്റെ നോവൽ ഞാൻ ഇനി എങ്ങനെ ഫിനിഷ് ചെയ്യും? നീ മസാല ദോശയെ എലിവേഷൻ വെച്ച് രാഹുലിനെ കൊല്ലുന്നിടത്ത് ഫിനിഷ് ചെയ്യണോ, അതോ മേനോൻ സാർ നിന്നെ ഹണ്ടിങ്ങിന് കൊണ്ടുപോയിട്ട് കാട്ടുമന്നിക്ക് പകരം നിന്നെ വെടിവെച്ച് കൊല്ലുന്നിടത്ത് ഫിനിഷ് ചെയ്യണോ? മിണ്ടാതിരുന്നാലേ ഈ പപ്പേനെ ഫിനിഷ് ചെയ്യൂട്ടോ. വെറുതെ അല്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചൂടാവുന്നത്. ആ ചെകുത്താനെ കണ്ട് നീ പഠിക്കരുത്. ആ ചെകുത്താനെ സാഹിത്യ അലർജിയാണ്. Ahora Tendi, Oh. Checutandillara. ഇവളിങ്ങനെ മലയാളം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? നന്നായി പോയി. പപ്പേന്റെ ഇപ്പൊ ഒരു സമാധാനമായല്ലോ. അയ്യോ. Ya te dije que esta boda nunca se celebraría. Ahora, ¿qué me vas a decir? അങ്ങനെയൊന്നുമില്ല. Ven, ayúdalo. എന്താ അയാള് പറഞ്ഞത്? നീ കല്യാണം കഴിക്കാതെ പോയെന്നാ പറഞ്ഞത്. അവൻ എന്തിന്റെ ക്രിമീഡിയ വന്നപ്പോലെ എന്റെ മെക്കിട്ട് കയറണത്? ഇതിനെയാ വംശീയ അധിക്ഷേപം എന്ന് പറയുന്നത്. കാലാകാലങ്ങളായി വെളുത്തവൻ നിറം മങ്ങിയവനോട് കാണിക്കുന്ന അധിക്ഷേപം. നീ അത് മൈൻഡ് ചെയ്യണ്ട. ഈ രാഹുൽ തിരിച്ചു വന്ന എല്ലാത്തിനും കുഴപ്പമായത്. ഇതിനെക്കുറിച്ച് ഞാനൊരു കഥ എഴുതുന്നുണ്ട്. തിരിച്ചു വന്ന മാരണം അഥവാ കരയിലേക്ക് വന്ന കടലാമ്മ. ഈ പപ്പേന്റെ ഒരു കാര്യം. നീ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, സമാധാനമായി.